ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വീട്ടിൽ ഉണ്ടെങ്കിലും പലർക്കും പല ബ്രേക്ക്ഫാസ്റ്റാണ് വേണ്ടത്. കുട്ടികൾക്ക് ഒരു തരമാണെങ്കിൽ മുതിർന്നവർക്ക് വേറെ എന്തെങ്കിലുമാണ് വേണ്ടത്. അപ്പോൾ എല്ലാം ഉണ്ടാക്കണ്ടായോ. അപ്പോൾ ഇനി അങ്ങനെ മുതിർന്നവർ പ്രായം ചെന്നവർക്ക് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു. പുട്ടുപൊടി നനച്ച് വെച്ചേക്കുന്നു, തേങ്ങ തിരുമ്മിയേക്കുന്നു. പിന്നെ ഇത് നിങ്ങൾക്കെല്ലാം അറിയില്ല, ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ട് പല രീതിയിൽ വെച്ചുണ്ടാക്കാം. ഇത് ചില്ലിനകത്ത് അരിപ്പൊടി തേങ്ങ എല്ലാം കൂടെ വെച്ച് നിറച്ച് വെച്ചേക്കുവാണ്. പിന്നെ ചിരട്ടപ്പുട്ട് ഞാനെങ്കിൽ പുട്ടുകുറ്റി ഉണ്ട് അലൂമിനിയത്തിൻ്റെ, അത് ഞാൻ പുറത്ത് വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു ചിരട്ടപ്പുട്ട് വാങ്ങിച്ചു. ഒത്തിരി നാളുണ്ടായിരുന്നു ആഗ്രഹിച്ചിരുന്ന്, കുറച്ചു കാലമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതുവഴി ഒരു എളുപ്പത്തിലൊരു പുട്ട് പുഴുങ്ങിയെടുക്കാം. അതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോയെ. വേണ്ട ഹോക്കിൻസിൻ്റെ ഒരു കുക്കർ ഞാൻ വാങ്ങിച്ചതാണ്. അത് ആദ്യമായിട്ട് എടുക്കുക. എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും കറികളൊന്നും വെക്കാതെ എന്തെങ്കിലും വെക്കാമെന്ന് വെച്ചെടുത്തത്. ചെറിയ രീതിയിൽ എന്തെങ്കിലും പായസം എന്തെങ്കിലും വെക്കാമെന്ന്. അപ്പോൾ ഇന്ന് വിചാരിച്ച് വേണം ഇതങ്ങ് എടുക്കാം. ഇതിനകത്തോട്ട് ചിരട്ടപ്പുട്ട് വെച്ച് ഫിറ്റാക്കി കുറച്ച് പുട്ട് പുഴുങ്ങാമെന്ന് വെച്ചു. അപ്പം ഇതിനകത്ത് വാട്ടർ ഒഴിച്ചേക്കുക. ഞാനിനി ഇത് തുറന്ന് കാണിക്കുന്നില്ല, വാട്ടറുണ്ട്. ഇതിനി എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. നിങ്ങൾ പലരും ഇത് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട് വീഡിയോ, പക്ഷേ ഇപ്പോഴാണ് ഇത് കാണിക്കുന്നത്. അതിൻ്റെ ഇതങ്ങ് ഊരി മാറ്റിയിട്ട് ഇതിൻ്റെ അടിവശത്തൊരിതുണ്ട്. ഇതിൻ്റെ അടിവശത്തൊരിതുണ്ട്. ഇതിങ്ങനെ ഇറങ്ങിയിരിക്കണേ. വേറെ കുക്കറിനകത്തായിരുന്നു ഞാൻ വെക്കുന്നത്. ഇതിപ്പോൾ രണ്ട് തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ റെഡിയായി. കുഴപ്പമില്ല, ചരിഞ്ഞിരിക്കുവാണെങ്കിലും ആദ്യമൊക്കെ പുറത്ത് പോകുന്നുണ്ട്, വെന്തം തോന്നുന്നു. ഇനി ഇതൊന്ന് തുറന്ന് നോക്കണം. ചൂടാകുന്നു. വെന്തു ആവിയൊക്കെ വന്നു. കുഴപ്പമില്ല, ചരിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. വെന്തു പാകമായി. ഓക്കെ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം റെഡിയായി. സമയം ഇച്ചിരി കുറച്ചായി, 9:30 കഴിഞ്ഞു. രാവിലത്തെ ഫുഡ് റെഡിയായി.